ഇനി നമ്മളിനി പോകുന്നത് ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതി ജിതിൻ ഭാസ്കറിന് ജാമ്യം. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജിതിന്റെ ജാമ്യം നേരത്തെ തള്ളിയിരുന്നു. ആകാശ് തരത്തിൽ വിവരങ്ങളുമായി ചേരുന്നു. ആകാശ്, ഇതിൽ പ്രോസിക്യൂഷൻ സ്ട്രോങ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കോടതി ജാമ്യം നൽകിയിരിക്കുന്ന വിവരങ്ങൾ. സേതുലക്ഷ്മി, തീർച്ചയായും ഇപ്പോൾ ജിതിൻ ഭാസ്കറിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ജില്ലാ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി പറയുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ വാദത്തിൽ തന്നെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് ജിതിൻ തെളിവുകൾ നശിപ്പിച്ചു എന്നതായിരുന്നു. മൊബൈൽ ഫോൺ ഉൾപ്പെടെ റീസെറ്റ് ചെയ്തുകൊണ്ട് തെളിവുകൾ നശിപ്പിച്ചു എന്നായിരുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞത്. എന്നാൽ ജിതിന്റെ അഭിഭാഷകൻ അതിനെ ക്രോസ് ചെയ്തത് ഈ തെളിവ് ഫോൺ റീസെറ്റ് ചെയ്തത് എങ്ങനെയാവും തെളിവ് നശിപ്പിക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു കോടതിയിൽ വാദിച്ചത്. അതിൽ തന്നെ കോടതി പിന്നീട് ജിതിനായുള്ള ജാമ്യം കഴിഞ്ഞ ദിവസം മാറ്റിവെച്ച് ഇന്ന് വീണ്ടും പരിശോധിക്കുകയും അതിലാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. നിലവിൽ റിമാൻഡിൽ തുടരുന്ന 18 ദിവസമായി റിമാൻഡിൽ തുടരുന്ന പ്രതി നാളെ രാവിലെ കൊയിലാണ്ടി സബ് ജയിലിൽ നിന്ന് മോചിതനാവും. കൂടാതെ നമുക്കറിയാം, കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം SIT രൂപീകരിക്കുക. അതിനുശേഷം കേസിന്റെയുമായി ബന്ധപ്പെട്ട് ഈ വടകര സ്ക്വാഡ് എന്ന ഗ്രൂപ്പിലാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചതെന്ന് കണ്ടെത്തുകയും അതിന്റെ അഡ്മിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയും ചെയ്തത്. അതിൽ നിന്നാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ പ്രധാന പങ്കാളിയായുള്ള ജിതിൻ ഭാസ്കറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് ചോദ്യം ചെയ്യുക ഉൾപ്പെടെ നടന്നിരുന്നത്. അതിനുശേഷമാണ് ജിതിനാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് SIT കണ്ടെത്തിയിരുന്നു. അതിനുശേഷമായിരുന്നു ജിതിനെ അറസ്റ്റ് ചെയ്യുകയും കൂടാതെ തന്നെ വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. അതിനുശേഷം ജിതിന്റെ ജാമ്യാർജി തള്ളുകയായിരുന്നു. 2 തവണ വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജിതിന്റെ ജാമ്യാർജി തള്ളിയിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് ജാമ്യഹർജി വരുന്നതും അതിൽ കൃത്യമായി വാദം കേട്ടതിനു ശേഷമാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നതും. ഇതിൽ പ്രധാനമായും പറയുന്നത് ഉപാധികളില്ലാത്ത ജാമ്യമാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. കൂടാതെ ജിതിൻ അന്വേഷണ സംഘത്തോടും കൂടാതെ ഗൂഢാലോചന നടന്നിട്ടില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ അറിയിച്ചിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് നിലവിൽ ജിതിന് ജാമ്യം നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ റിബേഷും മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട്. ഇത് 7-ാം തീയതിയാണ് പരിഗണിക്കുക. ഓക്കെ ആകാശ്, വ്യക്തമാണ്. അപ്പോൾ വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതി ജിതിൻ ഭാസ്കറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു.